ഞാനത് മുറിച്ച് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ പോവാണേ. നല്ലൊരു ചക്ക കിട്ടിയിട്ടുണ്ടാകും. മുറിച്ച് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കട്ടെ. മുറിച്ച് നോക്കട്ടെ. അങ്ങോട്ട് മുറിഞ്ഞേ. കുറച്ച് നേരം ഇങ്ങനെ മുറിക്കണോ? മുറിഞ്ഞിട്ടുണ്ട്. പുഴുക്കുണ്ടാക്കാൻ നല്ല പാകാ. പഴുക്കാനായി നോക്കട്ടെ. പുഴുങ്ങാൻ നല്ല പാകാ. നല്ല പാകാ ചക്ക പുഴുങ്ങാൻ. പുഴുങ്ങി തരാം. ഞാനിങ്ങനെ ചക്ക വെട്ടിയെടുക്കട്ടെ. ഇതിൻ്റെ മുഴുവൊക്കെ ചെത്തിക്കാതെ വൃത്തിയാക്കി എടുക്കട്ടെ. ഇത് നല്ല സുഖമാണല്ലോ. ഇങ്ങനെ വെട്ടിയിട്ട് നമുക്ക് ഒരുക്കി എടുത്ത് അതിനകത്ത് നല്ല സുഖമുണ്ട്. അപ്പോൾ മുള്ളൊക്കെ ഇങ്ങനെ വെട്ടിട്ട് അത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ എളുപ്പമാണ്. എന്നിട്ട് നമുക്ക് ഇത് ചക്കത്തോടൊക്കെ കുറച്ചെടുത്താൽ മതി. ഞാനും വെച്ച് തന്നാക്കട്ടെ. അപ്പോൾ ചക്ക പൊരിക്കലാണ് ഇവിടെ. ചക്ക പൊരിക്കൽ ചകിരിയൊക്കെ പറിച്ചിങ്ങനെ നല്ല വൃത്തിയായിട്ട് ഒരുക്കിയെടുക്കുന്നുണ്ട്. കൊച്ചിനാണെങ്കിൽ നല്ല വശമാണ് ചക്ക എടുക്കാൻ. പിന്നെ വരാൻ കഴിച്ചിട്ട് മടിയുണ്ടാവും മാത്രം. എടുക്കാൻ നല്ല ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടം. ഈ ചക്ക ഒരുക്കാണോ ഇല്ല നീ വായിക്കൂടിയാണോ ചക്ക ഒരുക്കുന്നത്? അതെനിക്ക് സംശയം. ഞാനിവിടെ ഇങ്ങനെ ഇട്ടിട്ട് ക്ലീൻ ആക്കി ഇങ്ങനെ തരാണേ. നീ അത് വായി വെച്ച് തിന്ന് തീർക്കാണോ? എളുപ്പമുള്ള പരിപാടി. വേഗം തിന്നാൻ തരാതെ നല്ല എളുപ്പമാണ്. ഞാനിങ്ങനെ കുളിക്കലല്ല കേട്ടോ, ക്ലീൻ ആക്കലല്ല. പൊളിച്ചിട്ടപ്പോ കൊച്ചു പറയാണ് ഇതൊന്നും കുരുവില്ലല്ലോ എന്ന്. നല്ല ചാടിപ്പോയാന്നാ വിചാരം. ചെവി വെക്കിന്നെ ഡൈപ്പാണ് മമ്മി. ഞാൻ അരിയാൻ തുടങ്ങിക്കുമ്പോ അതാ നല്ലത്. ഞാൻ അരിയാൻ തുടങ്ങിക്കും. അപ്പൊ അതാ കൊണ്ടൊന്നും മുറിക്കണ്ടേ. ഈ അരിഞ്ഞ കഴിഞ്ഞിട്ട് തിന്നാൻ നല്ല രസമാണ്. അപ്പൊ ഇതൊന്നും അവർക്ക് കുഴപ്പമില്ല. അത് വേസ്റ്റ് കഴിഞ്ഞാലും തന്നെ നല്ല സ്ഥലം. അല്ല അരിഞ്ഞ കഴിഞ്ഞാൽ തിന്നുമ്പോ ചെറുതായതുകൊണ്ട് കടിച്ചെടുക്കാൻ സുഖം. ഒരു സ്വഭാവമാണ്. ചക്ക അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കുറെ വാറ്റുണ്ട് തിന്നും. എളുപ്പമുണ്ട്. ഇതൊന്നും നോക്കാനില്ലല്ലോ. ഇങ്ങനെ ചക്ക ഇങ്ങനെ എടുത്തെടുത്ത് തിന്നാൻ മതി. ചക്കയുടെ സമയത്ത് നമ്മൾ പുഴുങ്ങാത്ത സമയത്ത് അതിനെ കൊച്ചു സ്കൂളിട്ട് വരുമ്പോ ഇങ്ങനെ അരിഞ്ഞ് പാത്രത്തിൽ വെക്കും. അപ്പൊ അത് എടുത്തോണ്ട് തിന്നാൻ എളുപ്പത്തിന്. ഇങ്ങനെ പൊളിച്ച് വെച്ചാൽ തിന്നില്ല. അരിഞ്ഞ് വെച്ച് കഴിയുമ്പോ ഞാൻ ഈ ചക്ക അരിഞ്ഞെടുക്കട്ടെ. ഇത് പുഴുങ്ങാനായിട്ട് ഒരുക്കി കഴിഞ്ഞു. ഇനി ഇത് അരിഞ്ഞ് നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ചക്ക അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു കഥ ഇങ്ങനെ ഓർമ്മ വരികയാണ്. പണ്ടൊരു വീട്ടിൽ ഒരു അപ്പാപ്പനും അമ്മയമ്മയും താമസിച്ചുകൊണ്ടിരുന്നു. അവിടെ വീടിൻ്റെ മുറ്റത്തൊരു പ്ലാവ് ഉണ്ടായിരുന്നു. പ്ലാവിന് ചക്ക ഉണ്ടായിരുന്നു. അപ്പം നോക്കുമ്പോൾ കുറേ വാവലും കൂട്ടം വന്നിട്ട് ഇങ്ങനെ പ്ലാവിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുക. വാവലും കൂട്ടം ഇങ്ങനെ തൂങ്ങിക്കിടന്നപ്പം അമ്മാമ്മയ്ക്കൊരാഗ്രഹം വാവലിൻ്റെ ഇറച്ചി തിന്നണം. ഭയങ്കര ആഗ്രഹം കൊണ്ട് അമ്മാമ്മ ഇങ്ങനെ എന്നും പറയും. അപ്പാപ്പനോട് പറയും വാവലിന് ഓരോരുത്തരെ പിടിച്ചാന്ന് പറയും. അപ്പോൾ അപ്പാപ്പൻ ഇങ്ങനെ ഇത് കേട്ട് മടുത്ത് ഞാൻ നിനക്ക് വാവൽ പിടിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് അപ്പാപ്പൻ രാത്രി ആയപ്പോഴില്ലേ, പകല് കയറിയ കിട്ടില്ലല്ലോ. അപ്പോൾ രാത്രി ആയപ്പോൾ അപ്പാപ്പൻ പ്ലാവേ കയറാൻ തീരുമാനിച്ചു. അപ്പോൾ അപ്പാപ്പൻ അമ്മാമ്മനോട് പറഞ്ഞു, വലിയൊരു വടി കെട്ടി അമ്മാമ്മയുടെ കൈ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ മേലെ കയറിയിട്ട് അത് തല്ലി ചാടിക്കുക. അപ്പൊ താഴേക്ക് വല്ലതും ചാടി വന്നാൽ ഈ വലിയ വടി കൊണ്ട് കൊന്നേക്കണേന്ന് അമ്മമ്മനോട് പറഞ്ഞു. അമ്മമ്മ ഒരു വിളക്കും കത്തിച്ച് ചോട്ടിപ്പോയി നിൽക്കുക വാവലിനെ തല്ലാൻ വേണ്ടിയിട്ട്. കുറേ നേരം നിന്നപ്പോണ്ട് പൊത്തോന്നിങ്ങനെ ചാടി വന്നു. അപ്പോൾ അമ്മമ്മ വിചാരിച്ചു അപ്പോൾ ഈ ചാടി ആട്ടുന്ന അമ്മമ്മയുടെ വിളക്കും കെട്ടുപോയി. അവിടെ വാവലും കൂട്ടം ചാടി എന്ന് വിചാരിച്ചിട്ട് അമ്മമ്മ വേഗം അടിയും തുടങ്ങി. കുറേ അടിച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ വാവലി കത്തുമെന്ന് വിചാരിച്ചിട്ട് അമ്മമ്മ പിന്നെ അപ്പാപ്പനെ വിളിക്കാൻ തുടങ്ങി. ഇറങ്ങി വായോ, വാവലിനെയൊക്കെ തല്ലിക്കൊന്ന് വേഗം ഇറങ്ങി വരാൻ പറഞ്ഞു. എന്നിട്ട് വിളിച്ചിട്ട് അപ്പാപ്പൻ കേൾക്കണില്ല. കുറേ കഴിഞ്ഞ് അമ്മമ്മ എന്താ ചെയ്യുക, അമ്മാമ്മേന് വിളക്ക് ഇട്ട് വരേൻ്റെ ഉള്ളിൽ പോയി വിളക്കൊക്കെ കത്തിച്ച് കൊണ്ടുവന്ന് താഴെ നോക്കുമ്പോൾ വാവലെല്ലാം ചത്ത് കിടക്കണം കാണാൻ വേണ്ടി നോക്കുമ്പോൾ അപ്പാപ്പനെ അടിച്ചടിച്ച് കൊല്ലാറാക്കിയിട്ടേക്ക് അമ്മമ്മ. അപ്പാപ്പനെ വിളിച്ചിട്ട് അപ്പാപ്പനോട്ട് ഇറങ്ങി വന്നില്ല. അപ്പാപ്പൻ വീണ് കിടക്കുന്നവർ അമ്മാമ്മയ്ക്ക് അറിയില്ല. അങ്ങനെ അപ്പാപ്പനെ അമ്മമ്മ തല്ലിക്കൊന്നു. അങ്ങനെ വാവലർച്ച ചീറ്റയുടെ കൊതിയും മാറി അമ്മാമ്മ പിന്നെ ഒറ്റയ്ക്കായി ജീവിക്കാൻ തുടങ്ങി. ഇവിടെ ചക്ക അരിഞ്ഞു കഴിഞ്ഞാൽ ചക്ക എല്ലാം അരിഞ്ഞ് റെഡിയാക്കി ഇനി ഇതുകൊണ്ട് അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കാൻ കൊണ്ടുപോകാൻ. നമ്മൾ കുക്കറിലിട്ടത് വേവിക്കാൻ പോകണം. ഇതിൻ്റെ അരപ്പ് സാധനങ്ങളൊക്കെയാണ്. ഇതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. തേങ്ങ, വെളുത്തുള്ളി, ഉള്ളി, ജീരകം, കാന്താരിമുളക്, കുരുമുളക്, കരിവേപ്പില സാധനങ്ങൾ മിക്സിയിൽ അരച്ചെടുത്തിട്ട് ഇതിൽ ചേർത്ത് അടുപ്പത്ത് വയ്ക്കും. നമ്മുടെ ചക്കപ്പുഴുപ്പ് അങ്ങനെ വെന്ത് റെഡിയായി.
അത് വാങ്ങി ഇനി അതിലേക്ക് എണ്ണ മൂപ്പിച്ചൊഴിച്ച് ഇളക്കി നമുക്ക് കഴിക്കാം. ഇതിളക്കി ഞാൻ വരുന്നവരെ എൻ്റെ കുക്കിംഗ് ഷോ എല്ലാവരും കണ്ട് എനിക്ക് ലൈക്ക് അടിക്കുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.